അജയന്റെ രണ്ടാം മോഷണം. ഈ സിനിമയെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സംഭവം ഒരു കിഡിലോസ്കി തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവിയാണ്. സിനിമയുടെ തിരക്കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ നടക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ആ വിഷ്വൽ ലാംഗ്വേജ്, ജോമോൺ ജോണാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ചിട്ടുള്ളത്. ആ വിഷ്വൽ ലാംഗ്വേജ് ഈ സിനിമനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൊവിനോയുടെ ഒരു ഇന്റർവ്യൂവില് ടൊവിനോ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിന്റെ ഈ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ആക്ടിങ് പ്രോസസ്സ് കണ്ട സമയത്ത് അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, നമുക്ക് സാധാരണ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പോയാൽ പോരെ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന്റെ വൈഫിന്റെ മനസ്സിൽ ഉയർന്നു. കാരണം മറ്റൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ഇത്രയും സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ആക്ടിങ് പ്രോസസ്സ് കണ്ട ആ സങ്കടത്തിലാണ് അദ്ദേഹം ടൊവിനോട് ചോദിക്കുകയുണ്ടായത് ഇങ്ങനത്തെ ഒരു ചോദ്യം, ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ആ ഒരു സംഭവത്തിന്റെ ആ എക്സ്ട്രീം വേർഷൻ ആണ് ഈ സിനിമയിൽ നമുക്ക് ടൊവിനോയുടെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്നത്. സിനിമയുടെ കഥ നമ്മൾ എടുക്കുമ്പോൾ ആ ക്യാരക്ടറിനെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത്, ക്ലൈമാക്സിനോടൊക്കെ അടുപ്പിച്ച് വരുന്ന സമയത്ത് ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുന്ന സമയത്ത് എനിക്ക് ആ ക്യാരക്ടർ അനുഭവിച്ച ആ ഒരു വിഷമത്തെക്കാൾ അധികം ടൊവിനോ എടുക്കുന്ന ആ സ്ട്രെയിൻ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടറിലോട്ട് മാറാനും ആ സിനിമ വിജയിപ്പിക്കാനും ആ ഒരു ആക്ടിങ്ങിൽ പുതുമയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും, അത് മോർ ദാൻ ഫേഷ്യൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാൾ അധികം ഈ ഫിസിക്കൽ എക്സേഷൻ ഭയങ്കരമായിട്ട് ടൊവിനോയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ സിനിമയിൽ നല്ലോണം വളരെയധികം ആ ഒരു സംഭവം, ആ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ അദ്ദേഹം എടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ആ ഒരു ടൊവിനോ എന്നുള്ള ആ വ്യക്തിയുടെ കൂടെയാണ് ഈ സിനിമ കണ്ട സമയത്ത് മൊത്തം എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു അർപ്പണ മനോഭാവം ആ സിനിമയിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ സിനിമയിൽ പുതിയത് കൊണ്ടുവരാനുള്ള ആ ഒരു റൈറ്റ്ഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ എഫേർട്ട് 100% സ്ക്രീനിൽ ഡെലിവർ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊരു 100% തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് തരുന്നത് നമുക്ക്. അത് മസ്റ്റായിട്ട് നമ്മൾ 3Dയിൽ തന്നെ വാച്ച് ചെയ്യണം എന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ 3Dയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ നേരെ വരുന്ന ഒരു സംഭവങ്ങൾ, കണ്ണിനോട് നേരെ വരുന്ന സംഭവങ്ങൾ, നമ്മളെ പെട്ടെന്ന് ഞെട്ടിക്കുന്ന സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഓരോ സീനിന്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു പുറകിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ സീന് എലവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ സീനിന്റെ ഡെപ്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു 3D എക്സ്പീരിയൻസ് വിഷ്വലി പല സീനുകളും വളരെ മികച്ച രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 3Dയിൽ തന്നെ സിനിമ കാണണം. അതും ടൊവിനോയുടെ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ക്യാരക്ടർ ആണ് ഈ സിനിമയിലെ ഏറ്റവും മികച്ചു നിന്നത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ തന്നെ ഏറ്റവും മികച്ചു നിന്നത് മണിയൻ എന്ന് പറയുന്ന കള്ളനായിട്ട് വരുന്ന ക്യാരക്ടറാണ്. സിനിമയുടെ കഥ മറ്റൊന്നുമല്ല, ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ഒരു വിഗ്രഹത്തിന്റെ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. ആ വിഗ്രഹവും 3 തലമുറയുള്ള ആളുകളും ആ വിഗ്രഹത്തിനോട് എങ്ങനെ റിലേറ്റ് ചെയ്തു വരുന്നു, അതിൽ കള്ളനായിട്ട് വരുന്ന ആളുടെ ആ കാര്യങ്ങൾ എങ്ങനെയാണ് പല തലമുറയെയും ബാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരക്കഥ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വളരെ ഹൈ തരുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കുറവാണെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ എഫേർട്ട്, ടൊവിനോയുടെ ആ ക്യാരക്ടർ ആവാനുള്ള എഫേർട്ട്, നമുക്ക് ആ വിഷ്വലി അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊരു ട്രൂ ഫിലിം ലവർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യണം, മക്കളെയും കൂട്ടി പോയിട്ട് എൻജോയ് ചെയ്യണം. അതും 3Dയിൽ നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഇതിന്റെ 100% ഉള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഫിലിം റിവ്യൂവുമായി വീണ്ടും കാണാം. ബൈ.